പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഡേവിഡ് വുഡ് പുറത്തുവിട്ട, ലോകപ്രസിദ്ധനായ ഡേവിഡ് വുഡ് പുറത്തുവിട്ട ഒരു വീഡിയോയുടെ വിശദീകരണവുമായിട്ടാണ് വരുന്നത്. അതിൽ അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ വളരെ ആധികാരികതയുള്ള ഇസ്ലാം മത പ്രചാരകൻ്റെ ഒരു വീഡിയോ ആണ് വിശദീകരിക്കുന്നത്. നമുക്ക് നേരെ ആദ്യം എന്താണ് ഡേവിഡ് വുഡ് പറയുന്നത് നമുക്ക് കേൾക്കാം. When a Muslim scholar is forced to admit that Jesus died by crucifixion, you should listen. For nearly 14 centuries, the vast majority of Muslims have denied Jesus' death on the cross. അതായത് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി 1400 വർഷമായി ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ മുസ്ലിങ്ങൾ നിഷേധിച്ചു വരികയായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. The most popular view has always been some version of substitution theory, the claim that Allah miraculously disguised someone else to make him look like Jesus, and that this other person was crucified in Jesus' place. അതായത് അള്ളാഹു അത്ഭുതകരമായിട്ട് വേറൊരാൾക്കും ഈസാ നബിയുടെ മുഖഭാവം കൊടുത്ത് വേഷപ്പകർച്ച കൊടുത്ത് അയാളെ കൊണ്ട് കുരിശിൽ തറച്ചു. നമുക്കറിയാം, കാണപ്പെടുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതായ ഇസ്ലാം മത പണ്ഡിതരുടെ കേരളത്തിലും ലോകത്തിലുമുള്ളതായ ക്രൂസിഫിക്ഷൻ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ സംബന്ധിച്ച വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എം അക്ബർ ഉസ്താദ് അടക്കമുള്ളവർ കാണപ്പെടുകയാണ് ചെയ്തതെന്നുള്ള വാദം ഉയർത്തുന്നുണ്ട്. അതിന് വിശദീകരണമായിട്ട് ഇബിൻ കത്തീർ അടക്കമുള്ള മറ്റ് ഇസ്ലാമിക പണ്ഡിതർ, എം അക്ബർ അടക്കം പറയുന്നത്, ചിലർ പറയുന്നു യൂദാസിനെ കുരിശിൽ തറച്ചു, ചിലർ പറയുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനെ ക്രൂശിൽ തറച്ചു. ഈ വാദങ്ങളാണ് ഇവർ ഉയർത്തിക്കൊണ്ടിരുന്നത് എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. തുറന്ന് കേൾക്കാം. There are three main problems with the standard Islamic narrative. One, scholars, actual historians, regard Jesus' death by crucifixion as an indisputable fact of history. Two, the Quran affirms the inspiration, preservation, and authority of the Christian scriptures, and the Christian scriptures are quite clear that Jesus died by crucifixion. Three, the Islamic view portrays Allah as a cosmic trickster who deceives people about his prophets. Allah tricked people into believing that Jesus died. അതായത് അദ്ദേഹം പറയുന്ന 3 പ്രശ്നങ്ങളാണ് ഈ ഖുറാനിക് നരേഷനിൽ. ഖുറാൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഖുറാൻ്റെ വ്യാഖ്യാനം ഇസ്ലാമിക പണ്ഡിതർ നൽകുമ്പോൾ 3 പ്രശ്നങ്ങളുണ്ട്. ചരിത്രത്തെ 2 കീറി മുറിച്ച ചരിത്രപരമായ വസ്തുതയാണെന്ത്? ക്രൂസിഫിക്ഷൻ. അപ്പോൾ അതിനെ നിഷേധിക്കുമ്പോൾ ഖുറാൻ്റെ ആധികാരികത നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കുരിശുമരണം കാണപ്പെടുകയാണെന്നുള്ള വ്യാഖ്യാനം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് ചരിത്രപരമായ ഒരു ബ്ലണ്ടറുള്ള ഗ്രന്ഥമാണ് ഈ പറയുന്ന ഖുറാൻ എന്നുള്ള വാദം ആരുയർത്തുന്നു? മുസ്ലിങ്ങൾ തന്നെ ഉയർത്തുന്നുവെന്നാണ് ഡേവിഡ് വുഡ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത്, കാണപ്പെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, പകരം ഒരാളെ കൊടുത്തു എന്ന് പറയുമ്പം അള്ളാഹു വഞ്ചന നടത്തുന്ന, നാടകം നടത്തുന്ന ഒരു ശക്തിയാണ് എന്ന് അള്ളാഹുവിനെ ഇവർ അപമാനിക്കുകയാണ് ചെയ്തത് എന്നാണ് ഡേവിഡ് വുഡ് പറയുന്നത്. മൂന്നാമത് ഡേവിഡ് വുഡ് ഉയർത്തുന്ന വാദം ഇതാണ്, ഖുറാൻ്റെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ വാദം. കാരണം മുൻവേദങ്ങളെ ശരിവെക്കുന്നത് ഇങ്ങനെയാണ് ഖുറാൻ ആവർത്തിച്ച് നടന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ മുൻവേദങ്ങൾ എന്താണ് പറയുന്നത്? കൃത്യമായും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ചരിത്രവും ക്രിസ്ത്യൻ ചരിത്രകാരന്മാർക്ക് പുറത്തുള്ള ചരിത്രകാരന്മാരും ബൈബിളും അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യമാണ് എന്ത്? ക്രിസ്തുവിൻ്റെ കുരിശുമരണം. അപ്പം മുൻവേദങ്ങളെ ശരിവെക്കുന്നു. വേദത്തിൽ ബൈബിൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ കുരിശുമരണം ക്ലിയറാണ്. അതേപോലെ തന്നെ സഹനദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ചുമക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ യഹൂദ ഗ്രന്ഥത്തിലും ഇതുണ്ട്. അപ്പം മുൻവേദങ്ങളെ ശരിവെക്കുന്നു എന്നുള്ള ഖുറാൻ്റെ വാദത്തെ ആര് നിഷേധിക്കുന്നു? ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നവർ നിഷേധിക്കുന്നു എന്നാണ് ഡേവിഡ് വുഡ് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഖുറാൻ 5-ാം അധ്യായം നിങ്ങളെടുത്ത് വായിച്ചാൽ അവിടെ കാണാൻ പറ്റും, നിന്നെ എന്തിനു അവർ വിധികർത്താവാക്കുന്നു, അവർക്ക് തൗറാത്തില്ലേ, അവർക്ക് ഇഞ്ചീലില്ലേ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ ഇത്തരം വാദഗതികൾ ഉയർത്തുന്ന ഇസ്ലാമിക പണ്ഡിതർ അറിയാതെയാണെങ്കിലും ഒന്ന് ആൾക്കാരെ പറ്റിക്കുന്ന, ഇങ്ങനെ മാജിക്കുകാരനാക്കി, ട്രിക്ക് ചെയ്യുന്ന വ്യക്തിയാക്കി, ചതിയനാക്കി അള്ളാഹുവിനെ മാറ്റുന്നു. ആര് മാറ്റുന്നു? ഇത്തരം മതപണ്ഡിതർ, ഇസ്ലാം മതപണ്ഡിതർ മാറ്റുന്നു. 2, ചരിത്രത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത വ്യക്തിയായിട്ട് ആരെ? മുഹമ്മദിനെയും അള്ളാഹുവിനെയും ചിത്രീകരിക്കുന്നു. 3, മുൻവേദങ്ങളെ ശരിവെക്കുന്നുവെന്ന അള്ളാഹുവിൻ്റെ വാദത്തെ ഖണ്ഡിക്കുകയാണ് 1400 വർഷമായി ഇസ്ലാമിക ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടായിരിക്കുന്നു. അത് നമുക്ക് കേൾക്കാമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഡേവിഡ് വുഡ് പറയുന്നത്. Fortunately, there have always been a minority of Muslims who aren't scared to point out the holes in the standard Islamic narrative. Take Sheikh Imran Hussein. In a lecture about the Quran and the Messiah, Sheikh Imran eventually discusses the crucifixion of Jesus. He begins by saying that Jesus only appeared to die, which sounds like the standard Islamic narrative. When they saw him die on the cross, they were convinced he could not have been the Messiah. What they did not know was that Allah made it appear to them that he was crucified. But then he clarifies what it really means to be crucified and what it really means to die. First, crucifixion. What's the definition of crucifixion? It is that you should die by hanging on the cross.
So crucifixion isn't simply nailing someone to a cross, it's the person dying by nailing him to a cross. But what does it mean to die? What is the definition of death? The definition of death is that Allah should send the angel to take the soul and not return it. ഇവിടെ മെസായ ആൻഡ് ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് ആ ലെക്ചറിൽ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പ്രത്യക്ഷത്തിൽ കാണപ്പെടുക എന്ന് പറഞ്ഞൊരു വാദം വാക്കുകൾ കൊണ്ട് കളിച്ച് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ടെങ്കിലും മുമ്പോട്ട് കേട്ടുവരുമ്പോൾ ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒരാളെ കുരിശിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അവിടെ ഇവിടെ രണ്ട് ആണി തറയ്ക്കുന്ന നാടകമല്ല. കുരിശ് മരണത്തിലൂടെ കുരിശ് തറയ്ക്കലിലൂടെയുള്ള മരണമാണ് എന്ന് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ ക്ലിയറാക്കി പഠിപ്പിക്കുന്നു എന്നാണ് ഡേവിഡ് വുഡ് അതിനെക്കുറിച്ച് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അതിൻ്റെ ക്യാപ്ഷൻ ഓണാക്കി ഇംഗ്ലീഷിലുള്ള എഴുത്തി കാണിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കാര്യമായ സമയം കളയാതെ നമുക്ക് വിശദീകരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത്. തുടർന്ന് കേൾക്കാം. അപ്പം ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കുരിശിൽ തറച്ച് കൊല്ലുക എന്ന് തന്നെയാണ് എന്നാണ് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറയുന്നത്. 1400 വർഷമായി തുടർന്നു പോരുന്ന ഇസ്ലാമിൻ്റെ ആ വാദത്തെ ഇവിടെ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പൊളിച്ചെടുക്കുകയാണ്. To die, to really die, is to have your soul taken away and not returned. This is important for what he's about to say, so he repeats it. The definition of death is that Allah should take the soul and not return it. Can Allah take the soul and return it? Tell the schoolboy, go back and study the Quran. So, what does the Quran mean in Surah 4, verse 157, when it says that Allah made it appear as if Jesus died? Get ready for an epic rant. അതായത് മരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കിനെ വിട്ടിട്ട് ആത്മാവിനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ പറയുന്നത്. അപ്പോൾ മരണം സംഭവിച്ചു, അള്ളാഹു ഈസായുടെ ആത്മാവിനെ എടുക്കുന്നു, ശരീരത്തെ കൊണ്ട് അടക്കം ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ്. കൂടുതൽ വിശദീകരിച്ച് പുറകോട്ട് വരുമ്പോൾ നമുക്ക് കേൾക്കാം. So then what did Allah do to make it appear that he died? Let me warn you, and my language is sometimes very harsh because that's the only language some people can understand. Some people can only understand harsh language. Got it, Sheikh. Thanks for the cosign on the unstoppable fire hose of sarcasm and mockery that is D. Wood. Don't come with this nonsense, because it is not only pathetic nonsense, it is absolutely sinful to say that Allah, Allah called someone else to take the appearance of Nabi Isa alayhi salam, and that innocent man, innocent because he never claimed to be the Messiah, he was crucified. So, the standard Islamic narrative. Wait for judgment day with that nonsense. Pathetic nonsense. It's not there in the Quran, it's in your imagination. That's why it is. And yet it took the world of Islam by storm. What a brainwashed ummah we are today. He ain't lying. അതായത് ഇവിടെ ഇദ്ദേഹം ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ കോപിക്കുകയാണ്. പതറ്റിക് നോൺസെൻസ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇദ്ദേഹം ഈ വിളിക്കുന്ന ആരെയാണെന്നറിയാമോ? എം അക്ബറും സാക്കിർ നായിക്കിനെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതരെ തന്നെയാണ് ഇദ്ദേഹം നോൺസെൻസ്, അട്ടർ നോൺസെൻസ് എന്ന് പറയുകയാണ്. പതറ്റിക്കാണ്, വളരെ ദയനീയമാണ്. നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും അള്ളാഹുവിനെ കൊണ്ട് കള്ളം പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ വ്യാഖ്യാനിക്കുകയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനെ ഈസായ്ക്ക് പകരം കൊണ്ട് കുരിശിൽ തറയ്ക്കാൻ മാത്രം മോശക്കാരന് അള്ളാഹുവിനെ ആക്കുകയാണെന്ന വാദമാണ്. ഞാൻ മെസായ ആണെന്ന്, ഞാൻ മിസിഹായാണെന്ന്, ഞാൻ രക്ഷകനാണെന്ന് ക്ലെയിം ചെയ്യാത്ത യൂദാസിനെയോ പ്രായം കുറഞ്ഞ ശിഷ്യനെയോ കുരിശിൽ തറയ്ക്കാൻ മാത്രം നിന്ദ്യനായ ഒരു ശക്തിയല്ല അള്ളാഹു എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അതാണ് അദ്ദേഹം കോപിക്കുന്നത്. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് ഇസ്ലാമിക ലോകത്തോട്. നിങ്ങളെന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കോപിക്കുകയാണ്. അള്ളാഹുവിനെ ഇങ്ങനെ തരം താഴ്ത്തുന്നത് ശരിയാണോ? ഇങ്ങനെ നാടകം കളിക്കാൻ അള്ളാഹു ആരാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Well, then what happened? Well, then why don't you go to the Quran? Let the Quran explain rather than go on fancy flights of imagination. You're going to tell Allah on Judgment Day, you caused that man to assume the appearance of someone? And he who never claimed to be the Messiah, he was crucified. That is an act of injustice. You attribute injustice to Allah. What foolishness. He's right. Absolute foolishness. But it's what Muslims tell me every single day. Allah took his soul. They thought he was dead. അതായത് ഫൂളിഷ്നെസ്, അട്ടർ ഫൂളിഷ്നെസ് എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം കോപിക്കുകയാണ്. ഇങ്ങനെ ആരുടെയെങ്കിലും പകരം കൊടുത്തിട്ട് അതിന് പകരം ഈസായുടെ രൂപം വേറെ ആൾക്ക് കൊടുത്തിട്ട് അയാളെ ക്രൂശിക്കാൻ മാത്രം അട്ടർ ഫൂളിഷ്നെസ് ചെയ്യാൻ മാത്രമുള്ളോ അല്ലാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കോപിക്കുകയാണ്. തുടർന്ന് കേൾക്കാം. They took down the body. They put the body in the cave. They sealed the cave. Allah returned the soul. As simple as that. Nobody knew that the soul was returned. And Allah raised him. So, while Jesus was on the cross, Allah took his soul, meaning that he was dead in the biological sense. His body was taken down from the cross and put in the tomb. But then Allah returned Jesus' soul to his body, meaning he didn't die in the stricter sense the Sheikh is talking about. He wasn't dead in the sense of Allah taking away the soul and not returning it. Allah did return his soul, so Jesus rose from biological death.
But since so many Muslims have been indoctrinated with substitution theory, how about another? അതായത് ഇവിടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഈസായുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറെ വിട്ടു. ഈസായുടെ ശരീരത്തെ കൊണ്ട് ഗുഹയിൽ അടക്കം ചെയ്തു എന്നാണ് ഷെയ്ഖ് ഇമ്രാൻ പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു? ഈ ആത്മാവ് തിരിച്ചു വന്നു ഈസായുടെ ശരീരത്തിലേക്ക്. അപ്പോൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സിമ്പിൾ. ഇറ്റ് ഈസ് സോ സിമ്പിൾ ആസ് ദാറ്റ് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു നാടകവും നടന്നിട്ടില്ല. അട്ടർ ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ഷെയ്ഖ് ഇമ്രാൻ വ്യാഖ്യാനിച്ചു വെക്കുന്നത്. Another warning, Sheikh. But let me warn you one more time. If you stick with this theory of substitution, you are going to be in a pathetic state on Judgment Day. Let me warn you one more time. This is a simple explanation from the Quran. And so, he did not die. Jesus didn't die in the sense that Sheikh Imran is talking about. He died in the normal sense of the word died. He was crucified in the normal sense of the word crucified. But given more specific meanings of these terms, Jesus wasn't killed and wasn't crucified. Now, it may sound as if Sheikh Imran is just playing word games here, but think about the point he's making, because he may be right about what the Quran is claiming. The Quran says nothing about Allah disguising someone else and making him look like Jesus. The Quran simply says they didn't kill him and didn't crucify him. In context, people are bragging, "We killed the Messiah, we crucified the Messiah, we got him, he's finished." And Allah's response is, no you didn't, and no he isn't. Could Allah just be saying, look, you think that by beating Jesus and crucifying him and stabbing him through the heart with a spear and burying him, that you've killed him, but you're wrong, because I can just raise him from the dead. Couldn't Allah simply be telling people that the enemies of Jesus didn't accomplish what they were trying to accomplish? അതായത് ഇദ്ദേഹം പറയുന്ന മിശിഹായെ കുരിശിൽ തറച്ചു എന്ന് പറയുമ്പോൾ കുരിശിൽ തറയ്ക്കൽ എന്ന് പറയുന്നതിന് സ്ട്രിക്റ്റ് സെൻസിൽ കുരിശ് മരണം നടന്നില്ല. കാണപ്പെടുക എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി അല്ല. മറിച്ച് ശത്രുക്കൾ ഞങ്ങൾ മിശിഹായെ ക്രൂശിച്ചു, ഞങ്ങൾ മിശിഹായെ കൊന്നു എന്ന് പറയുമ്പോൾ അവർ കരുതുന്ന രീതിയിൽ മിശിഹ ഒരു പരാജയമല്ലായിരുന്നു, കുരിശ് മരണത്തിലൂടെ തീർന്നില്ല, ഉദ്ധാനത്തിലൂടെ തിരിച്ചു വന്നു എന്ന് പറയുന്ന കുരിശിൽ തറയ്ക്കുക എന്ന് പറയുന്ന കൊല്ലുക എന്ന് പറയുന്ന സ്ട്രിക്റ്റ് സെൻസിലുള്ള അതിൻ്റെ കൃത്യമായ അർത്ഥത്തിലുള്ള കുരിശ് മരണം അവിടെ നടന്നില്ല. അവർക്ക് തോന്നുകയാണ് ചെയ്തെന്ത്? കുരിശിൽ തറച്ചതോടുകൂടി മിശിഹ തീർന്നിരിക്കുന്നു, ഇനി ജീവിതമില്ല എന്ന് അവർക്ക് തോന്നുക മാത്രമാണ് ചെയ്ത് അള്ളാഹു അവനെ ഉയർപ്പിച്ചു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥമെന്നാണ് ഷെയ്ഖ് ഇമ്രാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി ഉയർത്തുന്നവരെ വീണ്ടും ശക്തമായ ഭാഷയിൽ ഷെയ്ഖ് ഇമ്രാൻ ശാസിക്കുകയാണ്. ജസ്റ്റ് കാണപ്പെടുക, കുരിശിൽ തറയ്ക്കതായിട്ട് അവർക്ക് തോന്നി, പക്ഷേ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അള്ളാഹു അങ്ങ് എടുത്തു, ഇവർ കൊണ്ടേ അടക്കി, അള്ളാഹു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അതായത് ശത്രുക്കൾ പറഞ്ഞതുപോലെ കൊല്ലുവാനോ കുരിശിൽ തറയ്ക്കുവാനോ തീർക്കുവാനോ സാധിച്ചില്ല. മറിച്ച് അവർ കരുതി ഇതോടുകൂടി ശരീരവും ആത്മാവും മിശിഹായിൽ നിന്ന് വേർപെട്ട് അതോടുകൂടി ഈ അധ്യായം ക്ലോസ് ചെയ്തു എന്നാണ് അവർ കരുതിയത്. അവർ കരുതിയതുപോലെ മിശിഹായെ കുരിശിൽ തറയ്ക്കുവാനും പരാജയപ്പെടുത്തുവാനും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹു അതിൻ്റെ മുകളിലുള്ളവനാണ്, അള്ളാഹു അവനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ് ഇതോട് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ഇസ്ലാമിക ലോകത്ത് വീണിരിക്കുന്ന മറുപടി പറയാൻ അനേക ഇസ്ലാമിക പണ്ഡിതർ അധ്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? 1400 വർഷമായി വ്യാഖ്യാനങ്ങൾ പൊളിയുകയാണ്. ഇസ്ലാമിക പണ്ഡിത ലോകം ഇത്രയും കാലം മുമ്പോട്ട് വെച്ചെല്ലാം തകിടം മറിയുകയാണ്. ഇതിന് മറുപടി പറയുവാൻ എങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള ഇസ്ലാം മത പ്രചാരകർ ഇതിന് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈന് മറുപടി പറയാൻ പോകുന്നതെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തുടർന്ന് അവസാന കൺക്ലൂഷൻ കൂടി നമുക്ക് കേൾക്കാം. I think this view, Sheikh Imran's view, is massively superior to the standard Islamic narrative, which rejects all of history, rejects multiple sources that Muhammad and Allah confirmed, and portrays Allah as a cosmic trickster who deceives people for no reason. But this leads to an important question, a question for Muslims. My Muslim friends, if you've been wrong about Jesus' death and resurrection for nearly 14 centuries, what else are you wrong about? അതായത് ഇവിടെ ഡേവിഡ് ചോദിക്കുന്നത് 1400 വർഷമായി അള്ളാഹുവിനെ ഒരു നാടകക്കാരനായും ചരിത്രത്തെ നിഷേധിക്കുന്നവനായും ഒരു പാവപ്പെട്ട മനുഷ്യനെ മിശിഹായ്ക്ക് പകരം ക്രൂശിക്കുന്നവനുമായി നിങ്ങളുടെ നാടകങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്തെല്ലാം നിങ്ങൾ കണ്ടെത്താനിരിക്കുന്നു, ഇത്തരം എത്രയെല്ലാം നാടകങ്ങളിൽ കടന്നു വരാനിരിക്കുന്നു. അതുകൊണ്ട് 1400 വർഷമായി നിങ്ങൾ തുടർന്നു പോരുന്ന ഈ നാടകം നിർത്താൻ കാലമായി എന്നാണ് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈനെ പോലെയുള്ളവർ തന്നെ പറഞ്ഞു വരുന്നത്. ഇത്തരക്കാരെ ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇവിടെ നിന്നും ഈ ചരിത്ര വസ്തുതയെ, ചരിത്രത്തെ നിഷേധിക്കുന്നവനും ഒരു പാവപ്പെട്ട മനുഷ്യനെ പകരം കൊല്ലാൻ കൊടുക്കുന്നവനും കുരിശിൽ നാടകം കളിക്കുന്നവനുമായി അള്ളാഹുവിനെ മാറ്റേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് ഇസ്ലാമിക പണ്ഡിത ലോകത്തോടാണ് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ ചോദിക്കുന്നതും കോപിക്കുന്നതും. നിങ്ങൾ
കടുത്ത ശിക്ഷയ്ക്കിരയാകുമെന്നുള്ള മുന്നറിയിപ്പുമാണ് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ നൽകുന്നത്. ഡേവിഡ് ചേർത്ത് വെക്കുകയാണ്, ഇനി ഇത്തരത്തിലുള്ള എത്രയോ അധികം കാര്യങ്ങൾ കിടക്കുന്നുവെന്ന്.